ഇത് ജനങ്ങൾ കാത്തിരുന്ന ജനനായകൻ. തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ചരിത്ര വഴികളെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതു രാഷ്ട്രീയ കൊടുങ്കാറ്റ്. അതിനാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത്. പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെയും തന്ത്രങ്ങളെയും എല്ലാം ഒറ്റയടിക്ക് നിലംപരിശാക്കിക്കൊണ്ട് ദളപതി വിജയുടെ തമിഴക വെട്രികഴകം മുന്നേറുമ്പോൾ തമിഴ്നാടിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ പുതിയൊരു വിപ്ലവത്തിന്റെ അലയൊലികളാണ് കേൾക്കുന്നത്. കേവലം ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ ഭരണം നടത്താൻ കോർപ്പറേറ്റ് രംഗത്തെ പ്രമുഖരെയും വിവിധ മേഖലകളിലെ വിദഗ്ധരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു അത്യാധുനിക മന്ത്രിസഭയ്ക്കാണ് വിജയ് രൂപം നൽകാൻ ഒരുങ്ങുന്നത്. ഒരു മുഖ്യമന്ത്രി എന്നാൽ എങ്ങനെയായിരിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് തമിഴ്നാടിനെ മാറ്റിയെടുക്കാനുള്ള ദളപതിയുടെ ഈ മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. മന്ത്രി ഒരു സാധാരണക്കാരനാണ് എങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ കൂടെയുള്ളത് കോർപ്പറേറ്റ് ബുദ്ധി കേന്ദ്രങ്ങളാണ്. ഇത് വെറും ഒരു രാഷ്ട്രീയ മാറ്റമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി തമിഴ്നാട് മണ്ണിൽ വേരൂന്നിയ ദ്രാവിഡ രാഷ്ട്രീയ കോട്ടകളെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുന്ന ഒരു പുതിയ ഭരണവ്യവസ്ഥയുടെ തുടക്കമാണ്. പതിറ്റാണ്ടുകളായി തമിഴ്നാട് രാഷ്ട്രീയം കണ്ടു ശീലിച്ച കുടുംബവാഴ്ചയ്ക്കും അഴിമതി ആരോപണങ്ങൾക്കും കട്ടപ്പുകയിട്ടുകൊണ്ട് പൂർണ്ണമായും പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണ് വിജയ് വിഭാവനം ചെയ്യുന്നത്. വെറും രാഷ്ട്രീയക്കാരെ മാത്രം മന്ത്രിമാരാക്കുന്ന പതിവ് രീതിക്ക് വിട നൽകി സാമ്പത്തിക രംഗത്തും IT മേഖലയിലും മാനേജ്മെന്റ് തലത്തിലും അന്താരാഷ്ട്ര പരിചയമുള്ള കോർപ്പറേറ്റ് വിദഗ്ധരെ ഭരണത്തിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാനാണ് തമിഴക വെട്രികഴകം ലക്ഷ്യമിടുന്നത്. വെറുതെ അവരെ ഭരിക്കാൻ ഏൽപ്പിക്കുകയല്ല, ഭരിക്കുന്നത് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത മന്ത്രിമാരാണ്. പക്ഷെ പോരായ്മകൾ പറഞ്ഞ് തിരുത്തി കൃത്യമായ രീതിയിൽ അവരെ മുന്നോട്ട് നയിക്കാൻ കൂടെയുള്ളതാണ് ഈ പ്രൊഫഷണലുകൾ. വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം, കൃഷി തുടങ്ങിയ ഓരോ സുപ്രധാന വകുപ്പുകളിലും ആതുര സേവന രംഗത്തും കോർപ്പറേറ്റ് മേഖലയിലും തങ്ങളുടെ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ഏൽപ്പിക്കാനാണ് വിജയിയുടെ നീക്കം. തമിഴ്നാടിനെ ഒരു ആഗോള സാമ്പത്തിക ഹബ്ബാക്കി മാറ്റുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ഈ നീക്കം പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. ഉദ്യോഗസ്ഥ ഭരണത്തിലെ കെടുകാര്യത അവസാനിപ്പിക്കാൻ ലിഫ്റ്റ് ഓപ്പറേറ്റർ മുതൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ വരെ മാറ്റി. തികച്ചും വിശ്വസ്തരായ ആളുകളെ മാത്രം ഉൾപ്പെടുത്തി സുതാര്യമായ സേവനം അദ്ദേഹം ഇതിനകം തന്നെ ഉറപ്പാക്കി കഴിഞ്ഞു. അധികാരത്തിന്റെ കസേരയിലിരുന്ന ജനങ്ങളെ ഭരിക്കാനല്ല, മറിച്ച് താൻ ഈ നാടിന്റെ ഭരണാധികാരിയല്ല എന്നും വെറും ഒരു മുഖ്യ സേവകൻ മാത്രമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് വിജയ് ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഒരു മുഖ്യമന്ത്രി എന്നാൽ ജനങ്ങൾക്ക് മുകളിൽ നിൽക്കുന്നയാളല്ല, മറിച്ച് ജനങ്ങളെ സേവിക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. രാജാക്കന്മാരെ പോലെ ഭരിക്കുന്ന പഴയ നേതാക്കളുടെ ശൈലിക്ക് ജനങ്ങൾക്കിടയിൽ ഇനി സ്ഥാനമുണ്ടാകില്ല എന്ന ശക്തമായ സൂചനയാണ് വിജയുടെ ഓരോ വാക്കുകളും നൽകുന്നത്. ഇത്തരമൊരു ഭരണാധികാരിയെയാണ് തമിഴകം ഇത്രയും കാലം കാത്തിരുന്നത് എന്നാണ് പൊതുജനങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. ക്രമസമാധാന പാലനത്തിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും വിട്ടുവീഴ്ചയില്ലാത്ത ഭയം ഉണർത്തുന്നതുമായ നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന നരാധമനെ അതുപോലെ തന്നെ പീഡിപ്പിച്ചു കൊല്ലുമെന്ന തരത്തിൽ കുറ്റവാളികൾക്ക് കടുത്ത ഭയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ശക്തമായ നിലപാടുകൾ. ഈ നിലപാടുകൾ ജനങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസം ഇരട്ടിയാക്കുന്നുണ്ട്. അവിടെ നിയമത്തിന്റെ നൂലാമാലകളൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. ഇനി ഒരു പക്ഷെ അത് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പ് പോലുമില്ല. പക്ഷെ ഒരു സാധാരണക്കാരൻ പറയാനും കേൾക്കാനും ആഗ്രഹിക്കുന്നതാണ് ആ നരാധമനെ അതുപോലെ പീഡിപ്പിക്കുമെന്നത്. നിയമത്തിന്റെ പഴുതുകളിലൂടെ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല എന്ന ദൃഢനിശ്ചയം വിജയുടെ വാക്കുകളിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവർക്ക് ഈ മണ്ണിൽ സ്ഥാനമുണ്ടാകില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ തമിഴകത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഭയമില്ലാതെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിത തമിഴ്നാടാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഒരു മുഖ്യമന്ത്രി എന്നാൽ വെറും ഒരു ഭരണാധികാരി മാത്രമല്ല, മറിച്ച് തന്റെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന ആളായിരിക്കണമെന്നാണ് തമിഴ് ജനത ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ആ ജനവികാരം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് വിജയ് മുന്നോട്ട് പോകുന്നത്. സകല പ്രതിസന്ധികളെയും രാഷ്ട്രീയ ശത്രുക്കളുടെ കുതികാൽ വെട്ടുകളെയും നിലംപരിശാക്കിക്കൊണ്ട് തമിഴക വെട്രികഴകം നടത്തുന്ന ഈ കുതിപ്പ് കേവലം ഒരു സിനിമാ ഗ്ലാമറിന്റെ പുറത്തുള്ളതല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തിന്റെയും ശക്തമായ നിലപാടുകളുടെയും ഫലമാണ് എന്ന് ജനങ്ങൾക്കിടയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു. യുവാക്കൾക്കും സ്ത്രീജനങ്ങൾക്കും വിദ്യാസമ്പന്നർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഈ പുതിയ ഭരണ മാതൃക.
കോർപ്പറേറ്റ് തലത്തിലുള്ള കൃത്യതയും കടുത്ത കുറ്റകൃത്യങ്ങളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ജനക്ഷേമ പദ്ധതികളുമായി കൂട്ടിച്ചേർക്കുമ്പോൾ അത് വലിയൊരു വിജയമാകുമെന്ന വിലയിരുത്തലുകൾ ശക്തമാണ്. പഴയകാല രാഷ്ട്രീയ നാടകങ്ങളെ തച്ചുടച്ചുകൊണ്ട് പുതിയ നൂറ്റാണ്ടിന് അനുയോജ്യമായ വികസന കാഴ്ചപ്പാടുമായി വരുന്ന വിജയുടെ ഈ വിദഗ്ധ മന്ത്രിസഭ തമിഴ്നാടിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ജനകീയ മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കണമെന്ന ചോദ്യത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു മറുപടിയായിരിക്കും വിജയുടെ ഈ രാഷ്ട്രീയ വിപ്ലവം.